മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPI പത്തനംതിട്ട ജില്ലാ കൗൺസിൽ യോഗത്തിൽ വിമർശനം. പിണറായി വിജയന്റെ വീട്ടിൽ പോയി ചോദിക്കുക പരാമർശം തിരിച്ചടിയായി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ സമീപനം പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നും അവിടെ വിമർശനം ഉയരുകയാണ്. ഷിജോ കുര്യൻ വിവരങ്ങൾ ചേരുന്നു. ഷിജോ, CPM-ൽ മാത്രമല്ല CPI-യിലും അടിത്തട്ടിൽ പാർട്ടി പ്രവർത്തകർ ഈ കുടുംബപരാജയത്തിൽ ശക്തമായ നേതൃത്വത്തെ ചോദ്യം ചെയ്യുകയാണോ ഷിജോ? ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് സമാനതകളില്ലാത്ത വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. അതിന് പിന്നാലെ തന്നെ വിവിധ ജില്ലാ സെക്രട്ടേറിയറ്റ് CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ സമാനമായിട്ടുള്ള വലിയ തരത്തിലുള്ള വിമർശനം ഉയർന്നിരുന്നു. കഴിഞ്ഞ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. അതിനോട് തന്നെ തുല്യത പാലിക്കുന്ന ഒരു വിമർശനം CPI-യുടെ ജില്ലാ കൗൺസിലിൽ ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം. അതിലെടുത്തു പറയുന്നത് പിണറായി വിജയന്റെ ധാർഷ്ട്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDF-ന്റെ തിരിച്ചടിക്ക് വലിയ തരത്തിൽ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. LDF-ന്റെ തിരിച്ചടിക്ക് പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ് കാരണം എന്നുള്ള ഒരു വിമർശനം CPI-യുടെ ജില്ലാ കൗൺസിലിൽ ചില അംഗങ്ങൾ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ കോന്നിയിൽ നടന്ന പൊതുയോഗത്തിനിടെ സദസ്സിൽ നിന്നുകൊണ്ട് ഒരാൾ ഈ പറയുന്ന രീതിയിൽ CMA ഒരു ചോദ്യം എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയന്റെ മറുപടി എന്ന് പറയുന്നത് അത് വീട്ടിൽ പോയി ചോദിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയി ചോദിക്കുക എന്നുള്ള പിണറായി വിജയന്റെ പരാമർശം തോൽവിയുടെ ആഘാതം ഇരട്ടിയാക്കി എന്നുള്ള ഒരു വിമർശനം കൂടി CPI-യുടെ ജില്ലാ കൗൺസിലിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിണറായി വിജയന്റെ ധാർഷ്ട്യം തന്നെയാണ് ഈ തോൽവിക്ക് ഇത്രയും അധികം ആഘാതം ഇരട്ടിയാക്കിയത് എന്നുള്ള കാര്യങ്ങൾ കൂടി അംഗങ്ങൾ പറഞ്ഞു വെക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പിണറായി വിജയനെതിരായുള്ള വിമർശനത്തിനൊപ്പം തന്നെ CPI-യുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ചിറ്റയം ഗോപകുമാറിനെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നു. ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കറായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പ്രവർത്തിച്ചതും അണികൾക്കിടയിൽ വലിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാക്കി. ജില്ലയിൽ വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കാൻ ചിറ്റയം ഗോപകുമാർ തയ്യാറായില്ല എന്നുള്ള വിമർശനം കൂടി ഉയർന്നു. അതോടൊപ്പം തന്നെയാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ചില അംഗങ്ങൾ ഉയർത്തിയത്. ബിനോയ് വിശ്വം CPM-ന് വിധേയപ്പെട്ട് നിൽക്കുകയാണ്. കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ല എന്നുള്ള വിമർശനം കൂടി ഉയർന്നു. CPI-യുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബുവും അതുപോലെ തന്നെ ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R രാജേന്ദ്രനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത CPI-യുടെ ജില്ലാ കൗൺസിലാണ് പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ ബിനോയ് വിശ്വത്തിനെതിരെയും ജില്ലാ സെക്രട്ടറിക്കെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നു വന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.